യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവേലിനെതിരെ കേസ്. സാമൂഹ്യമാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നാരോപിച്ച് കൽപ്പറ്റ സിഐ KJ വിനോയ് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൽപ്പറ്റ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ദൈവം ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ വിടില്ല എന്നായിരുന്നു ജഷീർ പള്ളിവേലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവേലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം ഉന്നയിച്ച കൽപ്പറ്റ CI KJ വിനോയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് കൽപ്പറ്റ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ പോസ്റ്റിൽ പറയുന്നത്, ജഷീർ പള്ളിവേലിൻ്റെ പോസ്റ്റിലുള്ളത്, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിലുള്ളത്, ദൈവം ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ വിടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പോസ്റ്റാണ്. അതിനെതിരെയാണ് ഇപ്പോൾ CIയുടെ പരാതി. സമൂഹമാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. അനൂപാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അനൂപ്, എന്തൊക്കെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? ഈ പോസ്റ്റിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ മാർച്ച്. അതിൽ NGO യൂണിയൻ, ഭിന്നശേഷി ജീവനക്കാരുൾപ്പെടെ നടത്തുന്ന സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും അവിടെയുള്ള ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും തൊട്ടു സമീപത്തുള്ള 2ാം ഗേറ്റിൽ തുറന്ന് കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും പോലീസുകാർക്ക് നേരെ കയ്യേറ്റം നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പോലീസുകാർ ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയും പിന്തിരിഞ്ഞു പോകാൻ തയ്യാറാവാതെ പോലീസുകാർക്കെതിരെ കയ്യേറ്റം നടത്തിയ പ്രവർത്തകരെ പിന്നീട് ലാത്തി വീശി ഓടിക്കുകയുമാണ് പോലീസ് ചെയ്തത്. ആ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസുകാരെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സമീപനം യൂത്ത് കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വിവിധ വധഭീഷണി ഉൾപ്പെടെ സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ വിധത്തിൽ ആരോപിക്കുകയും അല്ലെങ്കിൽ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ വിധത്തിൽ പോലീസുകാർക്കെതിരെ വ്യാപകമായ ഒരു ഭീഷണിയും വധഭീഷണിയും ഉൾപ്പെടെ ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവ്, സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളിവേലായിരുന്നു. ജഷീർ പള്ളിവേലിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ, ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ വിനോയ് എന്ന പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സന്ദേശം, ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ആ വിധത്തിൽ ദൈവം ആയുസ് നീട്ടി തന്നിട്ടുണ്ടെങ്കിൽ തന്നെ വിടില്ല എന്നായിരുന്നു ജഷീർ പള്ളിവേലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൽപ്പറ്റ CI KJ വിനോയ് പോലീസിൽ ഒരു പരാതി തന്നെ നൽകിയിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളുടെ ഭീഷണിപ്പെടുത്തി എന്നാണ് ആ പരാതിയിൽ പ്രധാനമായും ഉള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൽപ്പറ്റ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അനൂപ്, ഇനി തുടർ നടപടി എങ്ങനെയായിരിക്കും? സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ പോലീസായിരിക്കും അന്വേഷിക്കുക. ഇത് സമാനമായ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ ഈ വിധത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് കൽപ്പറ്റ CI KJ വിനോയ് പരാതി നൽകിയിരുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ആ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ ശ്രമിച്ചതാണ് താൻ. എന്നാൽ ആ വിധത്തിലുള്ള ഒരു പ്രതികരണമല്ല, അല്ലെങ്കിൽ കായികമായി ആക്രമിക്കുന്ന ഉൾപ്പെടെയുള്ള ഭീഷണികളാണ് ലഭിക്കുന്നത് എന്നാണ് ഈ പരാതിയുള്ളത്. അത് സ്വാഭാവികമായും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ജഷീർ പള്ളിവേലിനെ വിളിച്ചു വരുത്തുകയും അതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം നടത്തുകയും ചെയ്യും. അത് ഗുരുതരമായ ഒരു കൃത്യനിർവഹണത്തിനെതിരെയും അതോടൊപ്പം പോലീസുകാരനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ആ വിധത്തിൽ ഗൗരവമുള്ള കേസാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ പ്രധാനം ഇനി ജഷീർ പള്ളിവേലിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും പോലീസ്. ശരി, അനൂപ് KR വിവരങ്ങൾ നൽകിയത് വയനാട് നിന്ന്.